Hello guys, good morning and welcome back to my YouTube channel. It's my first morning in Kashmir. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലോട്ടാണ്. ഇന്നലെ നമ്മളിവിടെ ശ്രീനഗർ കറങ്ങി ആൻഡ് ഹരി പർബത് ഫോർട്ടിലൊക്കെ പോയി. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ വ്ളോഗ് കാണാത്തവർ അത് പോയി കാണാം. നമ്മളെ യാത്രയുടെ ഫുൾ വ്ളോഗ് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. സോ നമ്മളിന്ന് ഗുൽമർഗിലോട്ട് പോകുന്നുണ്ട്. സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 8 മണിയാകുമ്പോൾ നമ്മൾ ബസ്സിൽ കയറും. ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ ഗുൽമർഗിലോട്ട് പോകും. സോ ലെറ്റ്സ് ഗോ. നമ്മളിവിടെ കോട്ടെല്ലാം റെന്റിന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് റെന്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ലാഭം. അച്ഛനുണ്ട്, ഇവിടെ ചേച്ചിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ റെന്റിന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ റെന്റിന് ജാക്കറ്റ്സ് ഒക്കെ എടുത്ത് റെഡിയായി. ഇനിയിപ്പോൾ ഗുൽമർഗിലോട്ട് ഫേസ് 1 പോകാൻ വേണ്ടി പോവാണ്. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം 9 ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാറ്റൊക്കെ വീശുമ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ബസ് ഇറങ്ങി. ഇനി നമ്മൾ ഗൊണ്ടോള ടിക്കറ്റ് കിട്ടുന്ന അവിടം വരെ നമ്മൾ നടക്കാൻ പോവാണ്. ആകെ ഒരു 1 കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ. അത് നമ്മൾ നടക്കാൻ പോവാണ്. ഗൊണ്ടോള ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ നമ്മൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നിന്നിട്ട് അവിടെ കയറി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കേബിൾ കാറിൽ പോകാൻ. കേബിൾ കാർ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് കേബിൾ കാർ പോകുന്ന ലൈന്. അവിടെ കൂടിയാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഗൊണ്ടോള റൈഡിൽ കയറി. കേബിൾ കാറിലാണ്. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട് അച്ഛാ? നമ്മളിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈഡ് അപ്പൊ നമ്മള് മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ് 1 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഗൊണ്ടോള റൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് നല്ല സ്നോഫോൾ ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ സ്നോ പെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. സ്നോഫോൾ ഉണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് സ്നോഫോൾ ആണിത്. ഓ അടിപൊളി, നൈസ് എക്സ്പീരിയൻസ് ഗൈസ്. അങ്ങനെ ഗുൽമർഗിൽ ഫേസ് 1 നമ്മൾ ആദ്യത്തെ കവ, കശ്മീരിലെ എൻ്റെ ആദ്യത്തെ കവ കുടിക്കാൻ പോവാണ്. സോ ഇത് ഓൾറെഡി അമ്മ ഹാഫ് കുടിച്ചു. സോ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കവ. 11 സ്പൈസസ് ഇട്ടിട്ടുള്ള, കാ മീൻസ് 11 എന്നാണ് മീനിങ്. സോ 11 സ്പൈസസ് ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടീ ആണിത്. സോ നമുക്ക് കാവ കുടിക്കാം. ഇതിലിങ്ങനെ ബദാമിൻ്റെ സ്ലൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നല്ല ഹെവി സ്നോഫോൾ ഉണ്ട്. എൻ്റെ മുടിയിലൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഹെവി സ്നോഫോൾ ഉണ്ട് ഇവിടെ. എൻ്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീഴുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. This is my first snow guys. I'm so excited. I'm super excited. And ഇവിടുന്ന് നമ്മൾ എന്താ പറയാ, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കാണുന്നത്. ഇവിടുന്ന് നമ്മൾ സ്കീയിങ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലെഡ്ജ് ചെയ്യും. അങ്ങനെ കുറച്ച് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്യാനാണ് പ്ലാൻ. ഗൈസ്, അച്ഛനും അമ്മയും കൂടെ കപ്പിളായിട്ട് സ്ലെഡ്ജ് ചെയ്യാൻ പോവാണ്.
ഹായ് പറയൂ. ഹാപ്പി ജേണി. ആ പിന്നല്ല വരും. അച്ഛനും അമ്മയും സ്ലഡ്ജിൽ പോയി, ചേച്ചിയും സ്ലഡ്ജിൽ പോയി. സോ ഞാനും ഇവിടെ സജിത്തേട്ടനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കീയിങ് ചെയ്യാന്ന് വിചാരിച്ചു. ഹെവി സ്നോഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി സ്നോഫാളാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മൊത്തം മഞ്ഞിൽ കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് റൈഡും കൂടെ എടുത്തിരിക്കുകയാണ്. 1000 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സോ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇതൊരു ഷോർട്ട് റൈഡാണ്. ഒരു 5-10 മിനിറ്റാണ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ഇങ്ങനെ പിന്നിലിരുന്നിട്ട് വേണമെങ്കിൽ റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ടും റൈഡ് ചെയ്യാം. സോ നമ്മൾ ഇനി തിരിച്ചു പോകാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ ഗൈസ്. നമ്മളങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട്. പറയാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ, അത്രയും സന്തോഷത്തിനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം സ്നോഫോൾ ആസ്വദിക്കുക, സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം മണാലി വന്നപ്പോഴും എനിക്കത് നടന്നില്ല. സോ ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. ബട്ട് ഇവിടെ വന്ന് കേബിൾ കാറിൽ കയറിയ ഉടനെ സ്നോഫോൾ തുടങ്ങി. അതിനുശേഷം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഹെവി സ്നോഫോൾ തുടങ്ങി. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി. ഇതാണ് ഇവിടുത്തെ വ്യൂ. എൻ്റെ കൈയൊക്കെ ഇപ്പോൾ കോച്ചി പിടിക്കും. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല ഗൈസ്. ഗ്ലൗസ് ഇടാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീണ്ടും സ്നോഫോൾ വന്നു ഗൈസ്. വീണ്ടും നല്ല അടിപൊളി സ്നോഫോൾ വന്നു. ഞങ്ങളങ്ങനെ ഗുൽമർഗിലെ സ്നോ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. തണുപ്പ് കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ സ്നോഫോൾ ഇല്ല. ഇപ്പം ഇതാണ് നമ്മുടെ ടീമിന്റെ കോർഡിനേറ്റർ വിപിൻ ചേട്ടൻ. ഇത് സജിത് ചേട്ടൻ. ഇത് അച്ഛനും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാവരും കൂടെയാണ് തിരിച്ച് കേബിൾ കാറിൽ പോരുന്നത്. ചെവി കടയുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ്ലൂം ഷോപ്പിലാണ്. ഇവിടെ കശ്മീരി ഷോളും മറ്റ് പല ടൈപ്പ് ഷോളുകളെല്ലാം മേക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് അകത്ത് കയറാം. ഇവിടെയൊക്കെ അത് ഒരുപാട് കാശ്മീരി ഷോൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ഹാൻഡ്ലൂം ഷോപ്പാണ് ഞാൻ പറഞ്ഞ പോലെ. സോ അവരവരുടെ കൈ കൊണ്ട് തന്നെ തുന്നുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് മൊത്തം. സോ നമുക്ക് ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കാണാം. നമ്മളിവിടെ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരിതേ കവ കൊണ്ടുവന്ന് വീണ്ടും കവ നമ്മൾ കുടിക്കാൻ പോവാണ്. സോ ഇവിടുത്തെ കവ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഓരോ സ്ഥലത്തെ കാവയ്ക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷെ എന്തായാലും ഞാൻ 4 വട്ടം ഇപ്പോൾ കാവ കുടിച്ചു. 4 വട്ടം കാവ കുടിച്ചതിൽ 3 വട്ടം കാവ കുടിച്ചത് അടിപൊളിയായിരുന്നു. ആൻഡ് ഇതിപ്പോൾ ഒരു സ്ഥലത്ത് കുടിച്ചത് വളരെ ശോകമായിട്ടുള്ളൊരു, വളരെ മോശമായിട്ടുള്ളൊരു കാവയായിരുന്നു. അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ ഈ കാവ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാവ ഈ ഒരു യെല്ലോയിഷ് കളറിലുള്ളൊരു ആൽമണ്ട്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു കാവയാണ് ഞാൻ കുടിക്കുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഞാനും കശ്മീരി ഷോൾ മേടിച്ചു.
ഞാനൊരു ബ്ലൂ കളർ കശ്മീരി ഷോളാണ് മേടിച്ചത്. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് നിർത്തി കാണിച്ചു തരാം. നല്ല അടിപൊളി ഷോളാണ്, അല്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ ഞാനത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. സോ അങ്ങനെ ഞാനും ഒരു കശ്മീരി ഷോൾ മേടിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കശ്മീരി ഷോൾ വേണമെന്നുള്ളത്. ഞാനിതേ റൂമിൽ തിരിച്ചെത്തിയിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു. സോ ഇന്നത്തെ ദിവസം ഗുൽമർഗിലൊക്കെ പോയി വന്ന് ദേ ഇങ്ങനെ തീർന്നു. സോ നെക്സ്റ്റ് ഡേ നമ്മൾ പെഹൽഗാമിലോട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ദിസ് ഇസ് മീ സൈനിങ് ഓഫ് ഫ്രം ഡോഗൽ ഡയറീസ്.